വീട്ടിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കാനുണ്ടോ? അടിപൊളിയായിട്ടുള്ള പഞ്ചാബി സമൂസ ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. 2 ടേബിൾ സ്പൂൺ മല്ലി ഒരു ബൗളിലേക്ക് ഇടുക. അതുപോലെ തന്നെ വലിയ ജീരകം, പെരുംജീരകം അതും ഒരു 1.5 ടേബിൾ സ്പൂണ് അതും അതിലേക്ക് ഇടുക. പിന്നെ ആവശ്യത്തിന് അനുസരിച്ച് അത് നമ്മൾ എരിവിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ പോരെ കുരുമുളകും ഇടുക. അത് മൂന്നും നമുക്ക് നല്ല ഫ്രൈങ് പാനിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. നമ്മളുടെ കയ്യിൽ ഇത് മുതുമനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിന് പകരം പൊടി യൂസ് ചെയ്യാം. അപ്പം ഈ വറുക്കുന്ന ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ വറുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. ഇതേ ഒരു പൗഡർ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫ് കറിയിലും അതുപോലെ ചിക്കൻ കറിയിലൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടാം. നല്ലൊരു മസാല കൂട്ട് തന്നെയാണ്. ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പം ഇത് കുറച്ച് പൊട്ടുന്നുണ്ട്. അപ്പം ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ അതൊരു ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇടുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആംചൂർ പൗഡർ അതൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇതൊന്നും ഇതിലിടുന്നില്ല, എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഇടുന്നില്ല. ഇത് ഒന്ന് പൊടിച്ചിട്ട് വരട്ടെ. ഇപ്പോൾ ഇതുപോലെ ജസ്റ്റ് പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ജാറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ പുതിന ഇലയും 3 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്. എരിവുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3ഉം അരച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് അതും ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. ഇതൊക്കെ ഫസ്റ്റേ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഒരു പുളി എടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ഇതായിട്ട് സോക്കായിട്ട് വരുമ്പം അത് നല്ലപോലെ നമുക്ക് അരിച്ചിട്ട് എടുക്കാം. അരിച്ചെടുത്തിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ നമ്മളെ നല്ലപോലെ തിളച്ച് വരുന്ന സമയം നമ്മളെ 1/2 ടേബിൾ സ്പൂൺ ഈ പൗഡർ കൂടി ഇതിൽ ചേർക്കാം. ഈ പൗഡർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പൗഡർ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നത്. ഈ ഒരു കൂട്ടിൽ തന്നെ ഞാനിപ്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം എൻ്റെ പുളി എന്ന് പറയുമ്പം സാൾട്ടഡ് പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഒരു മധുരവും ഉപ്പും ഒക്കെയുള്ള ഒരു സോസാണിത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പം ഞാനിപ്പം 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് കുറക്കുക. അപ്പോൾ അത് ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്ക്ഡ് ഗ്രീൻ പീസാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ ഇട്ടടിച്ചാൽ മതി. അപ്പം 2-3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ പൗഡർ ഇതിലേക്ക് അങ്ങനെ മുഴുവനായിട്ടും തട്ടിക്കൊടുക്കുക. ഈ സമയം തീ നല്ലപോലെ കുറച്ചിട്ട് തന്നെ വെക്കുക. അത് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഓവറായിട്ട് തീയേണ്ട ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ചെറിയൊരു തീ മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകും. നമ്മളെ മല്ലി പുതിന ഇല നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനി അടുത്തതായിട്ട് അതാണ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഇപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മല്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലി പുതിനയില ഇതൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റാണ്. അപ്പം നല്ലപോലെ ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കോട്ടായിട്ട് വന്ന ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയം ഞാൻ നല്ലപോലെ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അപ്പം ഞാൻ നോക്കിയായിരുന്നു, ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ വേറൊരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അപ്പം ഒരു ചെറുനാരങ്ങ ഇതിലേക്ക് തീ ഓഫാക്കിയ ശേഷം പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക്
മാവ് കുഴച്ചെടുക്കുക. ഈ സമയമല്ലെങ്കിൽ നേരത്തെ കുഴച്ചെടുക്കുക. പക്ഷേ എൻ്റെ ഒരു മാവ് എന്ന് പറയുമ്പം ഒരു ലൂസായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പം നമുക്ക് പരത്താനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാനിപ്പം ഇതാക്കുന്നുണ്ട്. അപ്പം സോൾട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അയമോദകം ഇത് വേണം എന്തായാലും ഈ ഒരു ഐറ്റം ആക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മണവും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് പൊരിഞ്ഞ് കിട്ടണം, ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. ഇട്ട് കുഴച്ചെടുക്കുക നമ്മളെ മാവ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് നേരത്തെ നമ്മൾ ചെയ്തിട്ട് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ലാസ്റ്റ് സമയം ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മാവ് ഒരു വെള്ളം രൂപത്തിലാവുന്നുണ്ട്. അപ്പം കുഴച്ചിട്ട് നമുക്ക് പരത്തുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പം ലാസ്റ്റ് ഈ പാർട്ടൊന്നും ഞാൻ ലാസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റും അല്ല, എന്നാൽ ഭയങ്കര ഹാർഡും അല്ല, ആ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പം ഒരു ബോൾസോട് 2 സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. അത് നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഓരോരോ ബോൾസായിട്ട് പരത്തിയെടുക്കുക. അപ്പം പരത്തിയ ശേഷം നമുക്ക് എന്താക്കാം, ഇത് 2ആയി കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് 2 സ്നാക്കായിട്ട് മാറ്റാൻ. അപ്പോൾ ഒരു ഭാഗം നല്ല റൗണ്ട് ഷേപ്പിലല്ല നമുക്ക് ഈ ഒരു പരത്തിയെടുക്കേണ്ടത്. അപ്പം ഒരു ഭാഗം നീളം ഉള്ളൊരു ടൈപ്പായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കനൊക്കെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പം അവർക്കൊരു വെറൈറ്റിയുമായി നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കുമായി. അപ്പം നമ്മളെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിപ്പം. ഇതിൻ്റെ ഒരു ഒതൻറ്റിക് റെസിപ്പി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കേട്ടോ. നടുഭാഗത്തെ കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ 2 ഭാഗവും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ആ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒട്ടുന്നതായിരിക്കും. അങ്ങനെയും ചെയ്യുക. അപ്പോൾ എൻ്റേത് ഞാൻ പറഞ്ഞല്ലോ ഒരു ലൂസ് ടൈപ്പ് മാവായതുകൊണ്ട് തന്നെ ഒട്ടാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിനുശേഷം നമുക്ക് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1.5 അല്ലെങ്കിൽ ചെറിയൊരു സ്പൂണാണ്. അപ്പം 2 സ്പൂൺ വരെ ഞാൻ അതിലേക്ക് ചേർത്തിട്ട് ആ വായുടെ മൂട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം ഇതുപോലെ ഒന്ന് അമർത്തിയ ശേഷം ആ ഒരു കൊടി ഭാഗം നമുക്കത് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നിൽക്കുന്ന രൂപത്തിൽ ആക്കിയിട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ടും ഞാനിപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട്, അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്തൊക്കെ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും.